പോർച്ചുഗലിന്റെ ബാങ്ക് നോട്ടുകൾ അച്ചടിക്കുന്നത് ഒരു വിദേശ കമ്പനിയാണ്. ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസിദ്ധ സ്ഥാപനമാണത്. ആ സ്ഥാപനത്തെ സമീപിക്കാനാണ് റെയ്സ് തീരുമാനിച്ചത്. അവൻ വളരെ കൃത്യതയോടെ വ്യാജരേഖകൾ തയ്യാറാക്കി. ആ രേഖകൾ പ്രകാരം അവൻ പോർച്ചുഗലിന്റെ കേന്ദ്ര ബാങ്കിന്റെ പ്രതിനിധിയായിരുന്നു. രേഖകൾ അത്രയും യഥാർത്ഥമായിരുന്നു. അത് പരിശോധിച്ചവർക്ക് സംശയം തോന്നിയില്ല. അങ്ങനെ ആ വിദേശ കമ്പനി അവൻ നൽകിയ നിർദ്ദേശപ്രകാരം ബാങ്ക് നോട്ടുകൾ അച്ചടിച്ചു. അതും സാധാരണ കള്ളനോട്ടുകളല്ല, രാജ്യം ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന യഥാർത്ഥ നോട്ടുകൾ. ഇപ്പോൾ കഥയിലെ ഏറ്റവും നിർണായക ഘട്ടം തുടങ്ങുന്നു. ഈ നോട്ടുകൾ കൈവശപ്പെടുത്തിയ റെയ്സ് അവ ഉപയോഗിച്ച് ബാങ്കുകളിൽ നിക്ഷേപം നടത്തി, വ്യാപാര സ്ഥാപനങ്ങൾ സ്വന്തമാക്കി, വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തി. അവൻ അതിവേഗം സമ്പന്നനായി. അവന്റെ ലക്ഷ്യം ഇവിടെ അവസാനിച്ചില്ല. അവൻ പോർച്ചുഗലിലെ ഒരു പ്രധാന ബാങ്ക് തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ചിന്തിച്ചു നോക്കൂ, ഒരു തട്ടിപ്പുകാരൻ യഥാർത്ഥ പണം ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പിഴവ് മുഴുവൻ സംവിധാനത്തെയും തകർക്കാൻ മതിയായിരുന്നു. രാജ്യത്തൊരു വിചിത്രമായ അവസ്ഥ രൂപപ്പെട്ടു. ഒരേ സീരിയൽ നമ്പറുള്ള നോട്ടുകൾ പല സ്ഥലങ്ങളിലും കണ്ടെത്തപ്പെട്ടു. ബാങ്കുകൾക്ക് സംശയം തോന്നി. ഇതെങ്ങനെ സംഭവിച്ചു? അന്വേഷണം ആരോപിച്ചു. ആദ്യത്തിൽ അവർ വിചാരിച്ചത് ഇതൊരു സാധാരണ കള്ളനോട്ട് കേസായിരിക്കുമെന്നാണ്.